സപ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യും? ആള് ലഹരിയൊക്കെ ഉപയോഗിക്കണേ അത് അവരുടെ ഇഷ്ടമല്ലേ, ലഹരി ഉപയോഗിക്കണോ വേണ്ടെന്നുള്ളത് അല്ലേ? നമ്മളെന്തിനാ നോക്കണേ? അല്ല അത് നെഗറ്റീവ് അല്ലേ ലഹരി ഉപയോഗിക്കുന്നതോ? അവരുടെ ഇഷ്ടമല്ലേ അതൊക്കെ, അത് അവരുടെ വേണമെങ്കിൽ ചെയ്തോട്ടെ. സമൂഹത്തിൽ മാതൃകയാക്കുന്ന ഒരാളാണ്. ആ വേണ്ടോ? ഒരുപാട് പിള്ളേരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, പിള്ളേര് ഫോളോ ചെയ്യുന്നുണ്ട് ആളെ. പിള്ളേർക്ക് നമ്മളൊരാൾ നിർബന്ധിച്ചൊന്നും കഴിപ്പിക്കത്തില്ലല്ലോ. പിള്ളേർക്ക് ആഗ്രഹം പിള്ളേർ കഴിക്കും, പുള്ളിക്കാരന് ആഗ്രഹം പുള്ളി കഴിക്കും. അത്ര തന്നെ. നമുക്ക് നന്നാവണമെന്ന് തീരുമാനിച്ചാൽ നമുക്ക് നന്നാവാം അല്ലേ? അത്രേ ഉള്ളൂ. നമ്മൾ ഫേമസ് ആയി കഴിഞ്ഞാലുണ്ടെങ്കിൽ ആൾക്കാർ എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്ക് നമ്മളെന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് നോക്കിയും കണ്ടും വേണം സംസാരിക്കുക. അതല്ലാതെ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പണി വാങ്ങുന്നതായിരിക്കും. അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അനിമോളുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇത് ചോദിച്ചൊരു കാര്യം തന്നെ, ലഹരി ഉപയോഗിക്കുന്നതിന് സപ്പോർട്ടാണോ എന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. അത് അവരവരുടെ ഇഷ്ടമല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഉള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. ആരായിരുന്നാലും ശരി, അത് എത്ര ഫേമസ് ആയവരായിരുന്നാലും ശരി, അല്ലെങ്കിൽ പോലും ലഹരി ഉപയോഗിക്കുന്നത് അത്ര നല്ലതായിട്ടുള്ള കാര്യമല്ല. അത് ശരീരത്തിനായിരുന്നാലും ശരി, സൊസൈറ്റിയിലുള്ള ബാക്കിയുള്ളവർക്കായിരുന്നാലും ശരി പ്രശ്നങ്ങളെ കൊണ്ടുവരത്തുള്ളൂ. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ വേടം തന്നെ ഉണ്ടെങ്കിൽ താൻ ചെയ്യുന്നത് തെറ്റാന്ന് പല ഘട്ടം പറഞ്ഞിട്ടുണ്ട്. ഇതേ കണക്ക് താൻ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാന്ന് തനിക്കറിയാം, പക്ഷെ അതിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റിയിട്ടില്ല. തനിക്ക് പറ്റിയ അബദ്ധം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് വരാൻ പാടില്ലെന്ന് ഒരു കാരണം കൊണ്ടാണ് ഇതേ കണക്ക് വളർന്നു വരുന്ന പിള്ളേർക്കും അല്ലെങ്കിൽ തൻ്റെ ഫാൻസിൻ്റെ അടുത്ത് കൊണ്ട് ഇതേ കണക്ക് പറഞ്ഞിട്ടുള്ളത് തങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ലെന്ന്. സോ ആ വേടം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതേ കണക്കുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. എന്നാൽ പോലും അനുമോക്കം ഉണ്ടെങ്കിൽ അതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വേണം സംസാരിക്കുക, അതല്ലാതെ ഇഷ്ടത്തിന് സംസാരിക്കാനേ പാടില്ല. ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം ഇപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ പറയാം. ഇപ്പോൾ ആൾക്കാർ ഡ്രസ്സ് ഇടുന്നത് അതൊക്കെ അവരുടെ ഇഷ്ടത്തിനാണ്, അല്ലെങ്കിൽ അവർ ആഹാരം കഴിക്കുന്നത് അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യാമെന്ന് പറയുന്നതാണ്. പക്ഷേ ലഹരി എന്ന് പറയുന്നത് ശരീരത്തിന് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അത് കാരണം അവർക്കും പ്രശ്നമാണ്. ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതായിരിക്കും. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത് ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ മാക്സിമം അത് പറഞ്ഞ് തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതുപോലെ അനുമോളുണ്ടെങ്കിൽ ഒരു സപ്പോർട്ടുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നത് ഉപയോഗിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, അങ്ങനെ ചെയ്താൽ ഒരു കുഴപ്പമില്ലെന്നുള്ള രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്ന ഒരുപാട് പേർക്കുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടൊരു തോട്ടും വരുന്നതായിരിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലെന്നുള്ള രീതിയിൽ. സോ അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ സംസാരിക്കാനേ പാടില്ല. വളർന്നു വരുന്ന തലമുറ അതൊന്നും അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും കേൾക്കാനേ പാടില്ല. തീർച്ചയായിട്ടും അവർക്കത് മനസ്സിലാവണം, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് പ്രശ്നമാണ്, അല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടാക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. സോ അങ്ങനത്തുള്ള സമയത്ത് ഇങ്ങനത്തുള്ള വർത്തമാനങ്ങൾ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.